ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ 3 പേരുടേതാണ്. 3-ൽ 2 പേർക്ക് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിനും, ഒരാൾക്ക് റൂട്ടച്ചുമാണ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ഹെയർ നല്ല കേൾസുള്ള ഹെയറാണ്, ലെങ്ത് ഉണ്ട് ഹെയറിന്. നമ്മൾ ഒരുപാട് ചെയ്തിട്ടില്ല, കുറച്ച് മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ. അതുപോലെ ഒരുപാട് ലെയർ അങ്ങ് മുകളിൽ നിന്ന് ലെയർ വേണ്ട, ബ്രാ ലെവലിന് താഴെ നിന്നാണ് ഞാൻ ലെയർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഫേസിന് ചേരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ ഹെയർ തിന്നായിട്ടുള്ള ഹെയറാണ്, അത് നമ്മൾ ഫേസിന് ചേരുന്ന രീതിയിലാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. മൂന്നാമത്തെ ഹെയർ 6 മാസം മുൻപ് നമ്മുടെ അടുത്ത് വന്ന് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്തതാണ്. ഇപ്പം രണ്ടാമത് നമ്മൾ റൂട്ടച്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ, കാരണം ഹെയറിന് ഡ്രൈനെസ് ഒന്നുമില്ല. നമ്മളന്ന് ചെയ്ത് അതേ രീതിയിൽ തന്നെ ഹെയർ കിടക്കുന്നു. ഒരു കിളിർത്ത് വരുന്നതിന് ഒരു ചെറിയ വേവി മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇപ്പം കെരാറ്റിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് റൂട്ടച്ച് മാത്രം ചെയ്തിട്ടുണ്ട്. മാസത്തിലൊരു പ്രോട്ടീൻ ചെയ്യണമെന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട്. നമുക്ക് 3 പേരുടെ ഹെയർ ചെയ്തിരിക്കുന്നത് കാണാം. അതുപോലെ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചുണ്ടിൻ്റെ കറുപ്പ് കളർ മാറാൻ എന്ത് ചെയ്യണമെന്ന്. കാർബൺ ലേസർ ചെയ്താൽ മതി ചുണ്ടിൻ്റെ കറുപ്പ് കളർ മാറാനായിട്ട്. അപ്പം കാർബൺ ലേസർ നമുക്ക് 3-4 പ്രാവശ്യം ചെയ്യാമെന്ന് പറയുമ്പോൾ മാസത്തിലൊന്ന് വീതം, അപ്പം 3 മാസം അല്ലെ 4 മാസം അങ്ങനെ ചെയ്യുക. എന്നിട്ട് നമ്മൾ ലിപ് ബാം ഇട്ടതിന് ശേഷം മാത്രമേ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാവൂ, അല്ലാതെ ലിപ്സ്റ്റിക്ക് നേരിട്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ ചുണ്ടിൽ അപ്ലൈ ചെയ്യരുത്. അതുപോലെ ഇതൊന്നും ചെയ്യാത്തവരാണെങ്കിൽ നമുക്ക് ചുണ്ടിന് കട്ട പിടിക്കുമല്ലോ. ഇതൊന്നും ചെയ്യാത്തതെന്ന് ഞാൻ പറഞ്ഞത്, കാർബൺ ലേസർ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളവർ, ചെയ്യാൻ പറ്റുന്നവർക്ക് കാർബൺ ലേസർ ചെയ്ത് നമുക്ക് ചുണ്ടിൻ്റെ ടാനും ആ സ്കിന്ന് കട്ട പിടിക്കുന്ന അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. ഇത് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരും കാണുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവരെന്ന് പറയുമ്പോൾ നമുക്ക് സ്ക്രബ്, ലിപ്പിനുള്ള സ്ക്രബുണ്ട്. അത് എം കഫയുടെ സ്ക്രബുണ്ട് ലിപ്പിനുള്ളത്. അപ്പോൾ അത് ഡെയിലി ഒരു പ്രാവശ്യമെങ്കിലും ആ സ്ക്രബ് നമുക്ക് യൂസ് ചെയ്യണം. രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ അങ്ങനെ നമുക്ക് ചുണ്ടിന് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം റബ്ബ് ചെയ്തതിന് ശേഷം നമ്മൾ ലിപ് ബാം, നൈറ്റിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലിപ് ബാം മാത്രം ഇട്ടിട്ട് കിടക്കുക. അപ്പം പകലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലിപ് ബാം ഇട്ടതിന് ശേഷം ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുക. അല്ലാതെ നമുക്ക് ഈ കാർബൺ ലേസർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ക്രബിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. കാരണം കട്ട പിടിച്ചിരിക്കുന്ന സ്കിന്നൊക്കെ പോയി നല്ല സോഫ്റ്റ് ആകും നമ്മുടെ ചുണ്ടിൻ്റെ സ്കിന്ന്. അപ്പം അത് ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അടുത്ത ടിപ്പ് പറഞ്ഞു തന്നത് കേട്ടോ. അപ്പം നമുക്ക് 3 പേരുടെ ഹെയർ ചെയ്തിരിക്കുന്നത് കാണാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഹെയർ. നല്ല ഡ്രൈനെസ് ഉള്ള ഹെയറാണ്, പിന്നെ നല്ല ലെങ്തും ഉണ്ട്, നല്ല കേൾസും ഉള്ള ഹെയറാണ്. അപ്പോൾ ഈ ഹെയറിനകത്ത് നമ്മൾ ഒരുപാട് ലെങ്ത് കുറയ്ക്കാതാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. ഒരുപാട് മുകളിൽ നിന്ന് ലെയർ വേണ്ടാന്ന് പറയുന്നതുകൊണ്ട് മുകളിൽ നിന്ന് നമ്മൾ ലെയർ കൊടുത്തിട്ടില്ല. കുറച്ച് ബ്രാ ലെവലിന് താഴെ നിന്നാണ് നമ്മൾ ലെയർ കട്ട് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ളൊരു ഹെയറായിട്ട് ഇത് കിട്ടി. അതുപോലെ തന്നെ ഈ ഹെയറിനകത്ത് നമ്മൾ പ്രോട്ടീൻ മാസത്തിലൊന്ന് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അതിലെ പ്രോട്ടീൻ, ലിക്വിഡ് പ്രോട്ടീൻ ചെയ്താൽ നമ്മുടെ ഹെയറിനും സ്കാൽപ്പിനും ഒക്കെ എല്ലാത്തിനും മൊത്തത്തിൽ നല്ലതാണ് ലിക്വിഡ് പ്രോട്ടീൻ. അല്ലാതെ പ്രോട്ടീൻ ആണെന്നുണ്ടെങ്കിൽ ഹെയർ കൊഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ലെങ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രോട്ടീൻ ചെയ്യാം. അപ്പം ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ലിക്വിഡ് പ്രോട്ടീൻ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഡാൻഡ്രഫും പോവും, അതുപോലെ തന്നെ നമ്മുടെ ഹെയറും നല്ല ഭംഗിയായിട്ട് തന്നെ കിടക്കുകയും ചെയ്യും ലിക്വിഡ് പ്രോട്ടീൻ. അപ്പം നമ്മുടെ സാധാ പ്രോട്ടീൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊഴിഞ്ഞു പോയിട്ടുള്ള ഹെയറൊക്കെ പെട്ടെന്ന് കിളിർത്ത് വരികയും ചെയ്യും. ഫേസിനൊക്കെ നല്ല ചേഞ്ച് ആയിരുന്നു ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക്. ഹായ്, എൻ്റെ പേര് ഗ്ലോറിയ. ഞാൻ മാളയിൽ നിന്നാണ് വരുന്നത്. ചേച്ചിയുടെ യൂട്യൂബ് വീഡിയോസ് ഞാൻ സ്ഥിരമായിട്ട് കാണാറുണ്ട്. അങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ട് വന്നു. എനിക്ക് ഹെയർ ചെയ്തു, ഒത്തിരി ഇഷ്ടമായി, വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ ഹെയർ, തീരെ തിന്നായിട്ടുള്ള ഹെയറാണ്. അപ്പോൾ ഈ ഹെയറിനകത്ത് നമ്മൾ ഈ ലെങ്ത് തന്നെ നിർത്തിക്കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. കാരണം അഴിച്ചിട്ടുകൊണ്ട് അടക്കുകയും വേണം, കെട്ടിയും വെക്കണം, ആ രീതിയിലാണ് നമ്മൾ. അപ്പോൾ അതും ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടി ഹെയർ. നല്ലതായിട്ട് കൊഴിഞ്ഞു പോയിട്ടുള്ള ഹെയറെല്ലാം പെട്ടെന്ന് കിളിർത്ത് വരികയും ചെയ്യും. അത് നല്ലതാണ്. അപ്പം ഇടവിട്ട് ചെയ്യുക. 1 മാസം പ്രോട്ടീനാണെങ്കിൽ പിറ്റേ മാസം ലിക്വിഡ് പ്രോട്ടീൻ അങ്ങനെ ചെയ്യുക. കാരണം പ്രോട്ടീനേക്കാട്ടിലും എപ്പോഴും ചാർജ് കൂടുതലാണ് ലിക്വിഡ് പ്രോട്ടീന്.
മൂന്നാമത്തെ ഹെയർ നമ്മുടെ അടുത്ത് വന്ന് 6 മാസത്തിൽ കൂടുതലായി പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ചെയ്ത് അന്ന് നല്ല കേൾസുള്ള ഹെയർ ആയിരുന്നു, നല്ല കേൾസായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഹെയറിന് ഡ്രൈനെസ് ഒന്നുമില്ല, നല്ല ഭംഗിയായിട്ട് തന്നെ കിടക്കുന്നു. അതുകൊണ്ട് നമ്മളിപ്പം ഇത് റൂട്ട് ടച്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇതിപ്പോൾ റൂട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞുള്ള ഹെയർ. അപ്പം അന്ന് കട്ട് ചെയ്തിരുന്ന ആ രീതിയിൽ തന്നെ കുറച്ചൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ. അന്ന് ഫസ്റ്റ് ചെയ്തതിൽ നന്നായിട്ട് ലെങ്തും വെച്ചിട്ടുണ്ട് ഹെയറിന്. അപ്പോൾ ഈ കുട്ടി ഇടയ്ക്ക് വന്ന് പ്രോട്ടീൻ മാത്രം ചെയ്യുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഹെയറിന് പെട്ടെന്ന് ലെങ്ത് വെച്ച്. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഗുരുവായൂർ ശിവലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലുള്ളത് ഞായറും തിങ്കളുമാണ്. അപ്പം പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും വിളിക്കുക, ബുക്ക് ചെയ്യുക. അപ്പം ഞാൻ ഞായറും തിങ്കളും ഗുരുവായൂരും, ചൊവ്വ മുതൽ ശനി വരെ ചാരുമൂട് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനും അടൂരിനും ഇടയ്ക്കായിരുന്നു ചാരുമൂട്. അപ്പോൾ ഞാൻ ചാരുമൂട്ടിലാണ് ചൊവ്വ മുതൽ ശനി വരെ, ഞായറും തിങ്കളും ഗുരുവായൂർ ശിവലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലും. അപ്പോൾ സ്കിന്നിൻ്റെ ഹെയറിൻ്റെ എല്ലാ ട്രീറ്റ്മെൻറ്റുകളും രണ്ടിടത്തും ചെയ്യുന്നുണ്ട്, ചാരുമൂട്ടിലും ഗുരുവായൂരും ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വിളിക്കുക, ബുക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്